Hello guys, നമ്മൾ ഇന്ന് ഇറങ്ങുകയാണ്. മിസ്റ്റർ തൻവീർ, മിസ്റ്റർ സീഷാൻ and where is പൊന്നുമ്മ? അങ്ങനെ വീണ്ടും നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് സെലാൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം തന്നെ നല്ല രസമുണ്ട്. ഈ ഒരു സീനറിയൊക്കെ കണ്ട് നല്ല മൊത്തം ഗ്രീനറിയൊക്കെ ആയിട്ട്. ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ പോകണമെന്നില്ല, വെറുതെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം തന്നെ നമുക്ക് ചുറ്റും നല്ല നല്ല കാഴ്ചകളായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് ഏറ്റവും കൂടുതൽ പൊന്നൂൻ്റെ ഹാപ്പിനെസ് കാണുന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ മൂൺ റൂഫ് ഓപ്പൺ ആക്കാം. അത് മെയിനായിട്ട് പറയാൻ കാരണം ഇവിടെ യു എയിലുള്ളവർക്ക് അറിയാം അത് ഫൈനാണ്. പിന്നെ എന്താ പറയാൻ, ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എവിടെയും നമ്മൾ പോകുമ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ ട്രൈ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു 2 ദിവസം ഉള്ളതിന് പകരം ഒരു 4 ദിവസം എടുത്ത് നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവുമല്ലോ, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ഇതാ നമ്മൾ ഒരുപാട് കയറ്റം ഇങ്ങനെ കയറുന്നപ്പോൾ ഞാനിങ്ങനെ ഷാനോട് പറയാം, പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഓടിക്കയറുമായിരുന്നു എന്നൊക്കെ. ആക്ച്വലി സലാലയിൽ ഞാൻ കണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഈ സ്ഥലത്ത് തന്നെ ഇറങ്ങണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമുക്കവിടെ ഒരു പാർക്കിംഗ് കണ്ടപ്പോൾ അവിടെ വെച്ചു, എന്നിട്ട് ഇതാ നല്ല രസമില്ലേ ഇത് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസും പിന്നെ റീൽസ് അതൊക്കെ അവിടെ നിന്ന് എടുത്തു. നല്ല കണ്ണിന് ഭയങ്കര കുളിർമ വരാമെന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. നമുക്ക് കാർ എടുക്കണോ? എല്ലാരും അവിടുന്ന് വടക്കാണല്ലോ. നമ്മളിത് എങ്ങനെ നടക്കണ്ട്, ബാക്കി എല്ലാവർക്കും ആയിപ്പോട്ട് നിയർ ബൈ കാണിക്കുന്നുണ്ട്. ആക്ച്വലി രസം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ കുറേ നടന്നു, അതിനുശേഷം ഇതാ വീണ്ടും തന്നൂക്കെ പോയിട്ട് താഴത്തുനിന്ന് കാറെടുത്തിട്ട് വരിക ചെയ്തത്. അതെന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ വാട്ടർഫോൾ കാണാനാണല്ലോ പോകുന്നത്. അവിടെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർ പറഞ്ഞ് വാട്ടർഫോൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ വെച്ച് നമ്മൾ ബാക്കിയുള്ള കുറച്ച് എന്താ പറയാൻ, അവിടെ ഇങ്ങനെ 2 സൈഡിൽ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇത് അവിടെയുള്ള മാർക്കറ്റാണ്. അത് നാട്ടിലുള്ള പോലെ ഇല്ലേ, ശരിക്കും കുറേ പഴങ്ങളൊക്കെ ഇങ്ങനെ ഹാങ്ങൊക്കെ ചെയ്ത് കാണുമ്പോൾ പെട്ടെന്ന് നാട്ടിലെത്തിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതിനടുത്ത് നമ്മൾ ഒരു ഹോട്ടലുണ്ട്, ഒരു തന്നൂക്കാൻ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാ, അവിടെ നല്ല ഊണാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ മീൽസ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. സത്യേട്ടൻ്റെ കട, കേരള ഹോട്ടൽ. അങ്ങനെ ചോറൊക്കെ വന്നിട്ടുണ്ട്. ഫ്രൈ പൊന്നു വേണ്ടത്ര കഴിച്ചായൊക്കെ നമ്മ തൊള്ളി തരണം. ഫ്രൈ വന്നിട്ടുണ്ട്. ഷാൻ എങ്ങനെയുണ്ട് ടേസ്റ്റ്? അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ വീണ്ടും പുറപ്പെട്ടിരിക്കുക. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു രസമല്ലേ. അതായത് ഈ ടൈമിന് ഇവിടെ എത്തണോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മൾ ഇഷ്ടത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഷാനുവിൻ്റെ. എവിടെയാണ് നമ്മൾ പോകുന്നത് ഷാനു? Muxel. Now we're going to Tarnif Cave and Blowholes. It's 1 kilometer from Muxel beach. എന്താ അതിൻ്റെ പ്രത്യേകത? The water power is very fast there. So like താഴത്തൊരു ഹോൾ ഉണ്ട്, so it comes very high power, the water will burst out. ഒന്നും അറിയാണ്ട് പൊന്നു നമ്മളപ്പുറം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതാ ഇതിൽ കയറ്റി ആക്ച്വലി അവിടെ നിന്ന് നടക്കാനേ ഉള്ളൂ, പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മളിങ്ങനെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ലേശം മടിയുണ്ട്, അങ്ങനെ വിചാരിക്കുക. അവിടെയാണ് നമ്മൾ പോകുന്നത്. ലെറ്റ്സ് ഗോ. സ്വിം ചെയ്താലോ? അടുത്തോ ആ ഹോള്? പൊന്നൂന് ഓരോന്ന് വേണം ഇവിടെ എത്തിയാൽ. സ്ലഷ്, ഐസ്ക്രീം. അതാണ്
ആ ഹോള്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു. പിന്നെ അവിടെയും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ മസലാമ.